ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു JM ട്രിപ്ലെറ്റ്സ്. ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നത്, അതേപോലത്തെ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇവിടെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കട്ടോ. റവ വറുത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ വറുത്തത് ഉപയോഗിച്ചാലും മതി. ഞാൻ ഇവിടെ വറുക്കാത്തതാട്ടോ ഉപയോഗിക്കുന്നത്. അതുപോലെ നിങ്ങളെ കയ്യിൽ മെഷർമെൻറ്റ് കപ്പ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മെഷർമെൻറ്റ് കപ്പിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ ഒരു അര കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 അല്ലി ചെറിയ ഉള്ളിയും കൂടി ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു ഉള്ളിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടാനായിട്ട് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് അരച്ചെടുക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നല്ലോണം മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ മിക്സിയിൽ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ ചേർത്ത് ചെറുള്ളി ഇട്ടല്ലോ, അത് നല്ലോണം അരഞ്ഞ് വരണം. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നല്ലോണം അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മാവ് കുറച്ച് ഇവിടെ ടൈറ്റായിട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കാണ്ട് ഒന്ന് ഒഴിച്ച് കൊടുത്തതാട്ടോ. ഇനി അതിലേക്ക് നിങ്ങൾക്ക് നല്ല ജീരകത്തിൻ്റെ ഒരു ചുവയൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ജീരകം ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ജീരകമോ അല്ലെങ്കിൽ കറുത്ത എള്ളമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ റെയിനും ഐഷും എണീറ്റിട്ടില്ല കേട്ടോ. ഒരു നല്ല ഉറക്കമാണ്. ഫൈസും എണീറ്റിട്ടുണ്ട്. ഞാൻ എണീറ്റപ്പോൾ തന്നെ എൻ്റെ കൂടെ എണീറ്റു കേട്ടോ. രാത്രി കിടക്കുമ്പോൾ തൊട്ടില്ലേക്കരം, എണീക്കുമ്പോൾ മൂന്നാളും കിടക്കിന്നാട്ടോ എണീക്കുക. ഇനി നമുക്ക് ആ ദോശ ഒന്ന് ചുട്ടെടുക്കാം. അതിന് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കട്ടോ. പാന് നല്ല ചൂട് വേണം, എന്നാലേ നല്ലോണം നന്നാവുള്ളൂ കേട്ടോ. നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മാവ് കുറച്ച് ഒഴിച്ച് കൊടുക്കട്ടോ. ഞാൻ ഇവിടെ ചെറിയ ചെറിയ ദോശകളായിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് വലുത് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കട്ടോ. ചെറിയ ദോശകളായാലാണ് കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ചെറിയ ദോശകളുടെ. പിന്നെ മക്കൾക്കും അതായിരിക്കും ഇഷ്ടം. എന്നാൽ അവർക്ക് കയ്യിലിങ്ങനെ പിടിച്ചുകൊണ്ട് കഴിക്കാമല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതാട്ടോ നല്ലോണം മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല വെന്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെ നല്ല നല്ല വിഭവങ്ങളൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുപോലെ അമൃതപ്പൊടി കൊണ്ടുള്ള വിഭവങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയിക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ അതുകൊണ്ട് റെയിനും കൂടി ഇവിടെ എണീറ്റിട്ടുണ്ട്. ഐഷു എണീറ്റിട്ടില്ല, റെയിനും എണീറ്റു. അപ്പോൾ അവരുടെ സൗണ്ടായിട്ട് നിങ്ങൾ കേട്ടുകൊണ്ട് നിൽക്കണത്. അപ്പോൾ നമ്മളിതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ദോശ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് ഏത് കറീൻ്റെ കൂടെയും നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. ഈ കറി വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മളെ കട്ടൻ ചായൻ്റെ ഒപ്പം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ അതങ്ങനെ 3 പേര് ഇവിടെ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഞാൻ അവർക്ക് ഈ ദോശ കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.